Hi, welcome back to our YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSEയുടെ 10ാം ക്ലാസ്സിലെ സെൻട്രൽ ഗവൺമെന്റ് അയച്ച സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ വർക്ക്ഔട്ട് ചെയ്യണതാണ്. സോ അതിന്റെ ഫസ്റ്റ് സെക്ഷൻ A ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. സെക്ഷൻ B ആൻഡ് സെക്ഷൻ C പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്? പാർട്ട് A, B, C എന്ന് പറഞ്ഞ 3 പാർട്ട് ഉണ്ടാവും. പാർട്ട് എയിലും പാർട്ട് ബിയിലും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും 1 മാർക്ക് വെച്ചാണ്. അതിലെ 16 ക്വസ്റ്റ്യൻസ് വീതം അറ്റൻഡ് ചെയ്യണം. മൂന്നാമത്തെ സെക്ഷനിൽ 10 ചോദ്യം ഉണ്ടാവും. അതിനകത്തെ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നെഗറ്റീവ് മാർക്സ് ഒന്നും ഉണ്ടാവുന്നതല്ല. സോ നമുക്ക് ആദ്യമേ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The ratio of LCM and HCF of the least composite and the least prime number is 1:2 ആണോ, 2:1 ആണോ, 1:1 ആണോ, അതോ 1:3 ആണോ? അതായത് ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിന്റെയും ലീസ്റ്റ് പ്രൈം നമ്പറിന്റെയും LCMന്റെയും HCFന്റെയും റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പറും 1 അല്ലാതെ വേറെ ഏതൊരു നമ്പറും അതിന്റെ ഫാക്ടർ ആണെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. പ്രൈം നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറും 1 അല്ലാതെ വേറെ ഒരു ഫാക്ടേഴ്സും അതിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? നമ്മുടെ 1 കോമ്പോസിറ്റ് ആണോ? അല്ല, 1 മാത്രമേ ഉള്ളൂ. 2ന് 2ഉം 1ഉം മാത്രമേ ഉള്ളൂ. 3ക്ക് 3ഉം 1ഉം മാത്രമേ ഉള്ളൂ. 4ന് 4ഉം 1ഉം ഉണ്ട്. 2ഉം 2ഉം ഉണ്ട്. അപ്പൊ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4. ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 4ന്റെയും 2ന്റെയും LCMും കാണണം, HCFും കാണണം. അപ്പം LCM കാണുമ്പോൾ 2ന്റെയും 4ന്റെയും LCM നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 4 ആണ് കിട്ടുന്നത്. HCFോ 2 ആണ് കിട്ടുന്നത് അല്ലെ? അപ്പോൾ ഇതിന്റെ LCMന്റെയും HCFന്റെയും റേഷ്യോ എങ്ങനെ വരും? LCM ഓഫ് 4,2 is to HCF of 4,2 എന്താണ്? 4:2 ആണ്. റേഷ്യോസും അതിന്റെ സിംപ്ലിഫൈഡ് ഫോമിൽ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരും? 2:1. So the correct answer is option B, 2:1. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? The value of K for which the lines 5x plus 7y equal to 3 and 15x plus 21y equal to K coincide is. അപ്പം ഈ രണ്ട് ലൈനും കോയിൻസൈഡ് ആയിട്ട് അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യം നമുക്ക് ആദ്യമേ എടുത്തെഴുതാം. ദാറ്റ് ഈസ് 5x plus 7y equal to 3 and 15x plus 21y equal to K. അത് കോയിൻസൈഡ് ആണ് അല്ലെങ്കിൽ കൊളീനിയർ ആണ് അല്ലെ? ഇനി നമുക്കിത് ax plus by plus c equal to 0 എന്ന ഫോമിലാക്കാം. അപ്പൊ എങ്ങനെ വരും? 5x plus 7y minus 3 equal to 0 and 15x plus 21y minus k equal to 0. ഇനി നോക്കിക്കേ, കോയിൻസൈഡ് ആണ്. കോയിൻസൈഡ് അല്ലെങ്കിൽ കൊളീനിയർ ആവുമ്പോൾ അതിന്റെ റേഷ്യോ എങ്ങനെയാണ് വരിക? a1 by a2 equal to b1 by b2 equal to c1 by c2. ഇതാണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ടിടത്തും a1 ഉണ്ട്, a2 ഉണ്ട്, b1 ഉണ്ട്, b2 ഉണ്ട്, c1 ഉണ്ട്, c2 ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അത് ഈ റേഷ്യോയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരും? 5 by 15 equal to 7 by 21 equal to 3 by k എന്ന് വരും. ഒരു ഫ്രാക്ഷൻ അതിന്റെ സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കണം അല്ലെ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by 3 equal to 1 by 3 equal to 3 by k എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതെല്ലാം ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും എയുടെ പാർട്ടും സിയുടെ പാർട്ടും എടുക്കുന്നു, അല്ലെങ്കിൽ ബിയുടെ പാർട്ടും സിയുടെ പാർട്ടും എടുക്കുന്നു. ഇവിടെ എയും ബിയും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? ഏത് പാർട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ 1 by 3 equal to 3 by k എന്ന് എടുത്തെഴുതുന്നു. ഇനി ഇതിൽ നിന്ന് k എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ k RHS നിന്ന് LHSലേക്ക് കൊണ്ടുവന്നു. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ? അതുപോലെ തന്നെ LHS നിന്ന്
by 3 RHS ലേക്ക് കൊണ്ടുവന്നു. അപ്പം into 3 ആവും. അപ്പൊ എങ്ങനെ വരും? K equal to 3 into 3 എന്ന് വരും. That is K equal to 9. അപ്പൊ K യുടെ വാല്യൂ എന്താണ്? 9. So the correct option is option A, 9. അടുത്ത ചോദ്യം എന്താ? A girl walks 20 meter towards east and then 150 meter towards north. The distance of the girl from the starting point is. അതായത് ആദ്യം കുട്ടി അങ്ങോട്ടേക്കാണ് പോയത്, ഈസ്റ്റിലേക്ക് പോയി 200 മീറ്റർ അല്ലെ, എന്നിട്ട് നോർത്തിലേക്ക് പോയി. അപ്പം കുട്ടി തുടങ്ങിയെടുത്ത് നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന പൊസിഷനിലേക്ക് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യൂസിങ് പൈതഗോറസ് തിയറം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഹൈപ്പോട്ടനസ് ആണ്, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 200 സ്ക്വയർ പ്ലസ് 150 സ്ക്വയർ, and that is equal to root of 40,000 plus 22,500, and that is equal to root of 62,500. അത് എത്രയാണ്? Distance equal to 250 meters. So the correct option is option B, 250 meter. Now the length of the diagonal of a rhombus are 24 centimeter and 32 centimeter. Then the length of the altitude of the rhombus is. ഒരു റോംബസിന്റെ രണ്ട് ഡയഗണൽസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 24ഉം 32ഉം. അങ്ങനെയാണെങ്കിൽ ആ റോംബസിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ റോംബസിന്റെ ഹൈറ്റ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് റോംബസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാം. എന്താണ്? റോംബസിന്റെ 4 സൈഡും ഈക്വൽ ആണ്. പിന്നെന്താണ്? റോംബസിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പം ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് diagonal of a rhombus bisect each other at right angle. ഒരു റൈറ്റ് ആംഗിളിൽ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? ആ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫിഗർ എങ്ങനെ വരും? കണ്ടോ, റോംബസിനെ ബൈസെക്ട് ചെയ്തു, O എന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്തു. അതിന് നടുക്കുള്ള ആംഗിൾസ് എല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. ബൈസെക്ട് ചെയ്യുമ്പോൾ എന്താവും? ഡയഗണൽ ബൈസെക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പം എന്ത് വരും? AC എന്ന് പറയുന്നത് എന്തായിരുന്നു? 24 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പം AO എന്തായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. AO 12 സെന്റിമീറ്റർ. അതുപോലെ BD എന്ന് പറയുന്നത് 32 ആയിരുന്നു. ബൈസെക്ട് ചെയ്തപ്പോൾ BO എന്തായി? 16 സെന്റിമീറ്റർ ആയി. അപ്പം AO 12 സെന്റിമീറ്ററും BO 16 സെന്റിമീറ്ററും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? റോംബസിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. AB എന്ന് പറയുന്ന AOB എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് AB കണ്ടുപിടിക്കാം. AB എന്താണ്? ആ റോംബസിന്റെ ഒരു സൈഡ് ആണ് അല്ലെ. അപ്പം യൂസിങ് പൈതഗോറസ് തിയറം ഫോർ ട്രയാംഗിൾ ABO. അപ്പം ഹൈപ്പോട്ടനസ് സ്ക്വയർ, ഇവിടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ AB ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ തന്നെ എടുക്കുന്നു. ഹൈപ്പോട്ടനസ് സ്ക്വയർ is equal to 12 square plus 16 square, that is equal to 144 plus 256, and that is equal to 400. അപ്പൊ H സ്ക്വയർ എന്താണ്? 400 ആണ്. അപ്പൊ H എങ്ങനെ വരും? root of 400, and that is equal to 20 centimeter. അപ്പൊ AB യുടെ ലെങ്ത് എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ റോംബസിന്റെ ഒരു സൈഡ് കിട്ടി എന്താണ്? 20 സെന്റിമീറ്റർ. ഇനി റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. എന്താണ് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. D1 D2 എന്താണ്? ആ ഡയഗണലിന്റെ ലെങ്സ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്തു. എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു 24 ഇൻറ്റു 32. ഇനി ഏതൊരു ഫിഗറിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്ന കോമൺ ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെ. അതിൽ നിന്നാണ് ബാക്കി എല്ലാ ഇക്വേഷനും ഡിറൈവ് ആയിരിക്കുന്നത്. അപ്പോ
റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് എന്ത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബേസ് എന്താണ്? നമ്മുടെ റോംബസിന്റെ ഒരു സൈഡ് ആണ്. ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഹൈറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എച്ച് എന്ന് എഴുതാം. നമുക്ക് ബേസ് മാത്രമല്ലേ അറിയുള്ളൂ. ഇനി നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? റോംബസിന്റെ ഏരിയ ആണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് half into 24 into 32 equal to 20 into h. അപ്പം ഹാഫും 24ഉം നമ്മൾ കട്ട് ഓഫ് ചെയ്തു. അപ്പൊ ബാക്കി എന്തുണ്ട്? 12 into 32 equal to 20 into h എന്ന് വരും. And that is equal to 384 equal to 20h. ഇനി നമ്മൾ 20 RHS നിന്ന് LHS ലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ RHS നോക്കി അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ LHS ലേക്ക് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആകും, അതായത് ഡിവിഷൻ ആകും. അപ്പൊ എങ്ങനെ വരും? 384 by 20 equal to h. Therefore height എത്ര വരും? 19.2 centimeter. അല്ലേ? Correct option is option D, 19.2 centimeter. അടുത്ത ചോദ്യം എന്താ? Two fair coins are tossed. What is the probability of getting at most one head? അതായത് ഒരു ഹെഡ് എങ്കിലും ടോസ് ചെയ്യുമ്പോൾ വന്നിരിക്കണം. അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? HT, TH, HH, TT. ഇത് നാലുമാണ് നമുക്ക് കിട്ടുന്ന ഫേവറബിൾ ഔട്ട്കംസ്. അപ്പൊ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? നമുക്ക് 4 ഔട്ട്കംസ് ഉണ്ട്. ഇനി ഇതിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ് എങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. അത് ഏതൊക്കെയാ? നോക്കിക്കേ, HT, TH, HH. അത് എത്രയുണ്ട്? 3 അല്ലെ? നമ്പർ ഓഫ് ഔട്ട്കംസ് അറ്റ് മോസ്റ്റ് ഹെഡ്. അപ്പൊ പ്രോബിലിറ്റി എങ്ങനെ വരും? 3/4. So the correct answer is option A, 3/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Triangle ABC similar to triangle PQR. If AM and PN are altitudes of triangle ABC and PQR respectively, and AB square is to PQ square equal to 4:9, then AM is to PN equal to question mark. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണ് തന്നിട്ടുണ്ട്. സിമിലർ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? AB സ്ക്വയർ ഈസ് ടു PQ സ്ക്വയർ ഈക്വൽ ടു 4:9. അങ്ങനെയാണെങ്കിൽ AB ഈസ് ടു PQ എന്താണ്? 2:3. അതിന്റെ നമ്മൾ റൂട്ട് എടുത്തു. റേഷ്യോ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ? സിമിലർ ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു AB ഈസ് ടു PQ ഈക്വൽ ടു AM ഈസ് ടു PN. അങ്ങനെയാണെങ്കിൽ AM ഈസ് ടു PN എന്താണ്? 2:3. So the correct answer is option D, 2:3. അടുത്ത ചോദ്യം എന്താണ്? 2 sin square beta minus cos square beta equal to 2, then beta is. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യമേ എടുത്തെഴുതാം അല്ലേ? That is 2 sin square beta minus cos square beta equal to 2. ഇനിയും നമ്മളിവിടെ cos square ബീറ്റയ്ക്ക് പകരം നമ്മൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആംഗിൾ കൊടുക്കുകയാണ്. അതെന്താണ്? നമുക്കറിയാം cos square beta equal to 1 minus sin square beta ആണ് അല്ലേ? അപ്പൊ cos square ബീറ്റയ്ക്ക് പകരം നമ്മൾ ഇനി 1 minus sin square beta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരും? 2 sin square beta minus 1 minus sin square beta equal to 2. That is equal to 2 sin square beta minus 1 plus sin square beta equal to 2. ഇനി നമ്മൾ ഈ -1 നമ്മൾ RHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എങ്ങനെ വരും? 2 sin square beta plus sin square beta equal to 2 plus 1. That is equal to 3 sin square beta equal to 3. And ഇനി നമ്മൾ ഇതിൽ നിന്ന് അങ്ങനെ sin square beta കണ്ടുപിടിക്കുക? That is 3/3. That is equal to 1.
9ന് 1 കിട്ടുന്നത് ഏത് ആംഗിളിലാണ്? ഇറ്റ്സ് 90 degree അല്ലേ? അപ്പം ബീറ്റ വിൽ ബി 90 degree. So the correct answer is option B, 90 degree. ചോദ്യം എന്താ? Prime factors of the denominator of a rational number with the decimal expansion 44.123 are. Okay. 44.123 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ്. അതിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? 44.123. അത് നമ്മൾ എങ്ങനെ ഒരു ഫ്രാക്ഷന്റെ ഫോമിൽ എഴുതുക? That is 44,123 by 1000 അല്ലേ? അപ്പോഴല്ലേ നമുക്ക് 44.123 കിട്ടുക. ഓക്കെ, ഇനി ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1000ന്റെ പ്രൈം ഫാക്ടർ ആണ് അല്ലേ? 1000ന്റെ നമുക്ക് പവറിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? That is 10 cube. ഇനി 10നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? It is 2 into 5 raised to 3 അല്ലേ? അപ്പൊ നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 and 5. ഇത് ഇത്രയും ചെയ്യേണ്ടതൊന്നുമില്ല. റാഷണൽ നമ്പർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഓൾവേസ് 2 and 5 ആയിരിക്കും. ഒരു റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്റർ പാർട്ടിന്റെ പ്രൈം നമ്പേഴ്സ് വരുന്നത് 2 raised to n into 5 raised to m ആണ്. ഇതല്ലാതെ വേറെ ഏത് ഫാക്ടർ വന്നാലും അതെന്താണ്? റാഷണൽ നമ്പർ അല്ല എന്നാണ് സാരം. അപ്പൊ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ വിൽ ഓൾവേസ് ബി 2 and 5. 2 and 5 ആയിരിക്കും അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസറിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 2 and 5. അടുത്ത ചോദ്യം എന്താ? The line x equal to a and y equal to b are. ഈ രണ്ട് ലൈനും വരയ്ക്കുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് കിട്ടുമെന്നാണ് ചോദ്യം. അതായത് ഇന്റർസെക്റ്റിംഗ് ആണോ, പാരലൽ ആണോ, ഓവർലാപ്പിംഗ് ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദ്യം. x equal to a. അപ്പം എക്സിന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ ആ കോർഡിനേറ്റിൽ അല്ലേ? അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ തന്നിട്ടില്ല, y കോർഡിനേറ്റ് തന്നിട്ടില്ല. അപ്പം എക്സ് മാത്രമേ ഉള്ളെങ്കിൽ x,0 എന്നാണെങ്കിൽ എന്താണ് അത്? y ആക്സിസിന് എപ്പോഴും പാരലൽ ആയിരിക്കും. നോക്കി, y എന്താ തന്നേക്കുന്നത്? y ഈക്വൽ ടു b എന്നാ തന്നേക്കുന്നത് അല്ലേ? അവിടെ എക്സ് ഫാക്ടേഴ്സ് ഒന്നും എക്സ് കോർഡിനേറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പം y മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് 0,y എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? അതെപ്പോഴും എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പൊ എങ്ങനെയാവും നമ്മുടെ ലൈൻ വരിക? ഇങ്ങനെയായിരിക്കും. x ഈക്വൽ ടു a ആൻഡ് y ഈക്വൽ ടു b എന്ന് വരുമ്പോൾ കൂട്ടുമുട്ടുക. a, b എന്ന് പറയുന്ന ലൈൻ എങ്ങനെയായിരിക്കും വരിക? കോർഡിനേറ്റ് അത് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും അല്ലെ? രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടും. അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. സോ ദേ വിൽ ഇന്റർസെക്ട്. അടുത്ത ചോദ്യം എന്താ? The distance of point a of -5,6 from the origin is. അതായത് ഒറിജിനിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക്, എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? -5,6. എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ ഒറിജിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം 0,0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് x1ഉം x2ഉം y1ഉം y2 എല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ x1 ഞാൻ -5 ആയിട്ട് എടുത്തു, x2 0 ആയിട്ട് എടുത്തു, y1 ഞാൻ 6 ആയിട്ട് എടുത്തു, y2 ഞാൻ 0 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് AO എന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? AO ഈക്വൽ ടു root of x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പൊ നമുക്കിനി വാല്യൂസ് നമുക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ എങ്ങനെയാ വരിക? root of 0 minus -5 the whole square plus 0 minus 6 the whole square. That is equal to 5 square plus minus 6 the whole square. And that is equal to root of 25 plus 36. And that is root of 61. അപ്പം 61 യൂണിറ്റ് ആണ് ഒറിജിനിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്.
So the correct answer is option D, root 61 units. അടുത്ത ചോദ്യം എന്താ? If a square equal to 23 by 25, then a equal to rational ആണോ irrational ആണോ whole number ആണോ integer ആണോ? ഇവിടെ a square ആണ് തന്നിരിക്കുന്നത് അല്ലേ നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? a കണ്ടുപിടിക്കണം. a കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരിക? a equal to root 23 by 25 എന്ന് വരും. അപ്പോൾ root 25 എന്താണ്? 5 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? root 23 by 5 എന്ന് കിട്ടും. That is root 23 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പം ഒരു ഇറാഷണൽ നമ്പർ ബൈ എ whole number എപ്പോഴും എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. അപ്പം a എന്താണ്? It is always irrational. So the correct answer is option B, irrational. അടുത്ത ചോദ്യം എന്താ? If LCM of x, 18 equal to 36 and HCF of x, 18 equal to 2, then what is x? എന്നാണ് ചോദ്യം. അപ്പം നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? LCM into HCF equal to product of two numbers. ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. x ഉണ്ട് 18 ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക? 36 into 2 equal to 18 into x എന്ന് വരും അല്ലെ? And that is equal to 72 equal to 18x. അപ്പൊ x എങ്ങനെ കണ്ടുപിടിക്കാം? 18നെ നമ്മൾ LHSലേക്ക് കൊണ്ടുപോകാം. ഇവിടെ into 18 ആണ്. അപ്പൊ LHSലേക്ക് പോകുമ്പോൾ എന്താവും? by 18 ആകും അല്ലെ? That is x equal to 72 by 18 and that is equal to 4. So the correct answer is option C, 4. അടുത്ത ചോദ്യം എന്താ? In triangle ABC, right angled at B, if tan A equal to root 3, then cos A, cos C minus sin A, sin C കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? tan A equal to root 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ടാനിന്റെ ഏത് ആംഗിളിന്റെ വാല്യൂ ആണ് root 3? നമുക്കറിയാം tan 60 ആണ് എന്ത്? root 3 എന്ന് വരിക അല്ലേ? അപ്പൊ നമുക്ക് ആംഗിൾ A എന്ത് കിട്ടി? 60 ഡിഗ്രി കിട്ടി. ആംഗിൾ B റൈറ്റ് ആംഗിൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 90 ആണ് അല്ലേ? അപ്പം ബാക്കി എന്താ ഇനിയുള്ളേ? C. അപ്പം C എന്തായിരിക്കും? Obviously it will be 30 ഡിഗ്രി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫിഗർ എന്ന് പറയാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുത്തെഴുതാം. That is cos A cos C minus sin A sin C. അപ്പം എയുടെ വാല്യൂ നമുക്ക് ആംഗിൾ A എത്രയാണ്? 60. ആംഗിൾ C എന്താണ്? 30 അല്ലെ? That is cos 60 cos 30 minus sin 60 sin 30. ഇത് നമുക്കറിയാം cos 60 എത്രയാണ്? 1/2 അല്ലെ? cos 30 എത്രയാണ്? root 3/2 minus sin 60 എന്താണ്? root 3/2 into sin 30 എന്താണ്? 1/2 അല്ലെ? അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to 1/2 into root 3/2 minus root 3/2 into 1/2. ഇപ്പൊ രണ്ട് ഈക്വൽ അല്ലേ? ഇപ്പൊ രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. So the correct answer is option B, 0. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The angles of triangle ABC are in ratio 1:1:2 respectively, the largest angle being angle C. Then the value of CK by cosec B minus tan A by cot B is. അപ്പൊ നമുക്ക് ആകപ്പാടെ തന്നിരിക്കുന്ന എന്താ? റേഷ്യോ ആണ് അല്ലെ? That is 1:1:2 ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 180 ആണ് അല്ലെ? അപ്പം ഈ മൂന്ന് റേഷ്യോസിന്റെ കൂടെ ഒരു ഫാക്ടർ എക്സ് എന്ന ഫാക്ടർ, അതായത് അതാണ് ആംഗിൾ. അത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 180 കിട്ടണം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1x plus 1x plus 2x equal to 180 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4x equal to 180. അപ്പൊ
എക്സ് എങ്ങനെ വരിക 180/4 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 45. അപ്പം എക്സ് എന്ന ആംഗിൾ എത്ര കിട്ടി 45 ഡിഗ്രി കിട്ടി. അപ്പം ഫസ്റ്റ് ആംഗിളും സെക്കൻഡ് ആംഗിളും എന്താണ് 45. ഇവിടെ ആംഗിൾ സി ലാർജസ്റ്റ് ആംഗിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ് 45. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയാണ് ഇസ് 90 അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക ആംഗിൾ എ 45, ആംഗിൾ ബി 45, ആംഗിൾ സി 90 ഡിഗ്രി അല്ലെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് sec A by cosec B minus tan A by cot B. ഇനി നമുക്ക് എയുടെ ആംഗിളും അറിയാം ബിയുടെ ആംഗിൾ എത്രയാണെന്നും അറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക sec 45 by cosec 45 minus tan 45 by cot 45. ഇനി sec 45ന്റെ വാല്യൂ അറിയാം എന്താണ് √2. cosec 45ഓ അതും എന്താണ് √2. tan 45 എന്താണ് 1, cot 45ഉം 1. അപ്പൊ എങ്ങനെ വരും √2 by √2 minus 1 by 1 that is equal to 1 minus 1 ആണ് അല്ലെ. that is 0. so the correct answer is option A 0. അടുത്ത ചോദ്യം എന്താ the number of revolution made by a circular wheel of radius 0.7 meter if rolling a distance of 176 meter is. അതായത് ഒരു വീല് ഏത് ഷേപ്പാണ് സർക്കിൾ ഷേപ്പാണ് അല്ലെ. അതിന്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട് 0.7 മീറ്റർ തന്നിട്ടുണ്ട്. അത് എത്ര കിലോമീറ്റർ ആ ടയർ ഓടിയെന്നാ പറയണേ 176 മീറ്റർ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്കിൽ ആ 176 മീറ്റർ അത് ട്രാവൽ ചെയ്യണമെങ്കിൽ ആ വീൽ എത്ര തവണ കറങ്ങി എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്തായാലും നമ്മൾക്ക് എടുത്ത് എഴുതാം. റേഡിയസ് എത്രയുണ്ട് 0.7 മീറ്റർ ഉണ്ട്. ഡിസ്റ്റൻസ് എന്തോരം കവർ ചെയ്തു 176 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ ഒരു വീല് ഒരു പോയിന്റിൽ നിന്ന് കറങ്ങി ആ പോയിന്റിലേക്ക് തന്നെ വരണമെങ്കിൽ അത് ഒരു തവണ കറങ്ങണം അല്ലെ. അപ്പം ആ ഒരു തവണ കറങ്ങുമ്പോ അത് ആ ഫുൾ സർക്കിൾ ഒന്ന് ചുറ്റി വരികയാണ് ചെയ്യുക. അപ്പം ആ സർക്കിൾ ചുറ്റി വരണമെങ്കിൽ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത് സർക്കിളിന്റെ ചുറ്റളവ്. ആ സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ സർക്കംഫറൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ് ആ വീല് സർക്കിൾ ഷേപ്പിലാണ്. അപ്പം ആ വീലിന്റെ സർക്കംഫറൻസ് എങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് 2πr അല്ലെ. അപ്പൊ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് എന്താണ് 0.7 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പൈക്ക് നമുക്ക് 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും 2 × 22/7 × 0.7 അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര തവണ ആ വീല് കറങ്ങി എന്നാണ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ സർക്കംഫറൻസ്. അതെന്തോരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ബൈ അതിന്റെ സർക്കംഫറൻസ് ആണ് അല്ലെ. that is number of revolution equal to distance by circumference and that is equal to 176 by 2 × 22/7 × 0.7. ഇവിടെ നോക്കിക്കേ 22/7 ആണ് അല്ലെ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പം എന്താവും 7 ന്യൂമറേറ്റർ ഭാഗത്തിൽ വരും മൾട്ടിപ്ലൈ ആയിട്ട് അല്ലെ. അപ്പൊ എങ്ങനെ വരും 176 × 7 by 2 × 22 × 0.7 എന്ന് വരും. ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ടു 40. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 40. അടുത്ത ചോദ്യം എന്താ ട്രയാങ്കിൾ ABC is such that AB equal to 3 cm, BC equal to 2 cm, CA equal to 2.5 cm, CA equal to 2.5 cm. If triangle ABC similar to triangle DEF and EF equal to 4 cm, then perimeter of triangle DEF എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഫുൾ സൈഡ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലെ. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം.
നമുക്ക് സൈഡ്സിന്റെ മെഷർമെന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം പ്രൊപ്പോർഷണലിലായിരിക്കും അല്ലെങ്കിൽ സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? DE by AB equal to EF by BC equal to DF by AC എന്ന് എഴുതാം അല്ലെ. ഈ ഫിഗർ നോക്കി നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്ത് ഏതൊക്കെയാ സൈഡ് എന്നുള്ളത് സെയിം കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് അല്ലെ. അപ്പം ഇനി നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? DE by 3 equal to 4 by 2 equal to DF by 2.5. അപ്പൊ നോക്കിക്കേ, ഇതും 3 റേഷ്യോസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡിയും കണ്ടുപിടിക്കണം, DFഉം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ 2 റേഷ്യോസ് എടുത്തെഴുതുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ DE by 3 equal to 4 by 2 എന്ന് എഴുതി. അപ്പൊ ഇതിൽ നിന്ന് ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ LHS by 3 ആണ്. ആ 3 നമ്മൾ RHS ലേക്ക് കൊണ്ടുവരുമ്പോ എന്താവും? ഇൻറ്റു 3 ആകും. അപ്പൊ എങ്ങനെ വരും? DE equal to 4 into 3 by 2 എന്ന് വരും. That is equal to 12 by 2. That is DE equal to 6 centimeter. അപ്പൊ നമുക്ക് DE 6 centimeter നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? DF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ റേഷ്യോസ് എടുത്തെഴുതാൻ പോവാണ്. 4 by 2 equal to DF by 2.5 എന്ന് വരും. ഇതിൽ നമുക്ക് DF കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? 2.5 LHS ലേക്ക് കൊണ്ടുപോകണം. ഇവിടെ RHS ലേക്ക് by 2.5 ആണെങ്കിൽ LHS വരുമ്പോൾ എന്താവും? ഇൻറ്റു 2.5 എന്ന് വരും അല്ലേ. That is equal to 4 into 2.5 by 2 equal to DF എന്ന് വരും. And that is equal to 10 by 2 equal to DF, and that is DF equal to 5 centimeter. അപ്പൊ നമുക്ക് DE 6 centimeter കിട്ടി, DF 5 centimeter കിട്ടി. അപ്പൊ നമുക്കിനി DEFന്റെ പെരിമീറ്റർ കാണാലോ. എങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണുക? ആ 3 സൈഡ്സിന്റെ ലെങ്ത് നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലെ. That is equal to DE plus EF plus DF അല്ലെ. That is equal to 4 plus 5 plus 6, that is equal to 15 centimeter. So the correct answer is option B, 15 centimeter. The ചോദ്യം എന്താ? In the figure, if DE parallel BC, AD equal to 3 centimeter, BD equal to 4 centimeter, and BC equal to 14 centimeter, then DE equals. തന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം എടുത്തെഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? DE parallel to BC എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? AD equal to 3 centimeter, BD equal to 4 centimeter, പിന്നെ BC equal to 14 centimeter എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? DEയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. ഇത് നോക്കിയേ, നമ്മൾ ഇനി 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADEയും. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഈക്വൽ ആണെന്ന് നമുക്ക് നോക്കാം. ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണോ? അതായത് ആംഗിൾ ADE ഈക്വൽ ടു ആംഗിൾ ABC ആണ്. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ നോക്കിക്കേ, ആംഗിൾ AED ഈക്വൽ ടു ആംഗിൾ ACB. അതും കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADയും സിമിലർ ആണ്. എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ട്? AA ക്രൈറ്റീരിയ വെച്ചിട്ട്. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം പ്രൊപ്പോർഷനിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? AD by AB equal to DE by BC എന്ന് എഴുതാം അല്ലെ. ഇനി നോക്കിയേ, ADയുടെ വാല്യൂ എന്താണ്? 3 centimeter ആണല്ലേ, നമുക്കറിയാം. ഇനി ABയുടെ വാല്യൂ എന്താണ്? AB എന്ന് പറയുന്നത് AD plus BD ആണ്. That is 3 plus 4 and that is equal to 7 അല്ലെ.
പിന്നെ ബി സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 14 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3/7 ഈക്വൽ ടു ഡി ബൈ 14. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ. ദാറ്റ് ഈസ് ഈ ആർ എച്ച് എസിലെ 14 നമുക്ക് എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ബൈ 14 ആയതുകൊണ്ട് എൽ എച്ച് എസിൽ വരുമ്പോൾ എന്താവും, ഇൻറ്റു 14 ആവും അല്ലെ. അപ്പൊ അത് ഫുൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ എന്താ കിട്ടുക, ഈസ് 6 സെന്റിമീറ്റർ. അപ്പൊ ഡിയുടെ വാല്യൂ എന്താണ്, 6 സെന്റിമീറ്റർ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, 6 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം എന്താ, if for tan beta equal to 3, then for sin beta minus 3 cos beta by 4 sin beta plus 3 cos beta equals. നമുക്ക് തന്നിരിക്കുന്ന കാര്യം നമുക്ക് എന്താ തന്നിരിക്കുന്നത്, 4 tan beta equal to 3 എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ tan beta കണ്ടുപിടിക്കുക, it is 3/4. 4നെ നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവാം. അപ്പം എൽ എച്ച് എസിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആർ എച്ച് എസ് വരുമ്പോൾ അത് എന്താവും, ഡിവിഷൻ ആവും. അപ്പൊ tan beta ഈക്വൽ ടു 3/4 കിട്ടി അല്ലേ. ഇനി നമുക്ക് കിട്ടിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് 4 sin beta minus 3 cos beta divided by 4 sin beta plus 3 cos beta അല്ലേ. ഇനി ഫുൾ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് cos beta വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, 4 sin beta by cos beta minus 3 cos beta by cos beta all divided by 4 sin beta by cos beta plus 3 cos beta by cos beta. ഇനി നോക്കിയേ, sin by cos എന്താണെന്ന് നമുക്കറിയാം, tan ആണല്ലേ. cos by cos എന്താണ്, ഒബിയസ്ലി 1 ആണ്. അപ്പൊ എങ്ങനെ വരും, 4 tan beta minus 3 into 1 divided by 4 tan beta plus 3 into 1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 tan beta minus 3 by 4 tan beta plus 3 എന്ന് വരും. ഇത് നോക്കി, നമുക്ക് tan ബീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് tan ബീറ്റയുടെ വാല്യൂ എന്താ കിട്ടിയേക്കണേ, 3/4. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരും, 4 into 3/4 minus 3 all divided by 4 into 3/4 plus 3 എന്ന് വരും അല്ലേ. ഇപ്പൊ നോക്കിക്കേ, ബൈ 4ഉം ഇൻറ്റു 4ഉം കട്ട് ഓഫ് ആകും, രണ്ടെടുത്തും. ബാക്കി എന്താ വരിക, 3 minus 3/3 plus 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/6. That is equal to 0. So the correct answer is option A, 0. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, one equation of a pair of dependent linear equation is minus 5x plus 7y equal to 2. The second equation can be. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ഡിപ്പെൻഡന്റ് പെയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് ഇക്വേഷൻ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താണ്, അത് കോയിൻസൈഡ് അല്ലെങ്കിൽ കൊളീനിയർ ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം കോയിൻസൈഡ് അല്ലെങ്കിൽ കൊളീനിയർ ആവണമെങ്കിൽ അതിന്റെ റേഷ്യോ എങ്ങനെ വരിക, a1/a2 equal to b1/b2 equal to c1/c2 എന്നാണ് ആണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് minus 5x plus 7y minus 2 equal to 0 എന്ന് നമ്മൾ എഴുതി. 2നെ നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഈ ഇക്വേഷനെ നമ്മൾ ax plus by plus c equal to 0 എന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് a1 minus 5, b1 7, c1 minus 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ വെറുതെ അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് a2x plus b2y plus c2 equal to 0 എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാണ്. ഇനി നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനും ഡിപ്പെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. അത് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക റേഷ്യോ, a1/a2 equal to b1/b2 equal to c1/c2 എന്നാ വരിക അല്ലെ. അപ്പൊ അത് നമ്മൾ അങ്ങ് എടുത്തെഴുതാൻ പോവാണ്. ഇക്വേഷൻ 1 റേഷ്യോ നമ്മൾ ഇക്വേഷൻ 1 എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എങ്ങനെ വരും,
minus 5 by A2 equal to 7 by B2 equal to minus 2 by C2 equal to 1 by K. അതായത് K ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുക. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഇക്വേഷനും നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസും നോക്കിക്കേ. അതിൻ്റെ റേഷ്യോ നോക്കുമ്പം നമുക്ക് എല്ലാം 1/2 ആണ് കിട്ടുന്നത് അല്ലേ. പക്ഷേ എയും സിയും നമുക്ക് മൈനസും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1/k മൈനസ് 1/2 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യും. 3 റേഷ്യോസും ഈക്വൽ ആയതുകൊണ്ട് അതൊരു ആർബിട്രറി കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കാണ്. ആ ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ നമ്മുടെ C1ന്റെ റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ എടുത്തു, നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് റേഷ്യോയും 1/kയും എടുക്കാൻ പോവാ ആദ്യം. അപ്പൊ എങ്ങനെ വന്നു? -5 by A2 equal to 1/k എന്ന് വന്നു അല്ലേ. അപ്പൊ നമ്മൾ 1/k എന്തായിട്ട് എടുത്തേക്കുന്നത്? -1/2 എന്ന് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാ വരിക? -5 by A2 equal to -1/2 എന്ന് വരും അല്ലേ. ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A2ന്റെ വാല്യൂ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ A2 ഡിനോമിനേറ്റർ ഭാഗത്തല്ലേ. അപ്പൊ നമുക്ക് അത് LHS നിന്ന് RHSലേക്ക് കൊണ്ടുവരുമ്പോ എന്താവും? ന്യൂമറേറ്റർ ഭാഗത്താവും. അപ്പം A2നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് RHS വരുമ്പോ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടുത്തെ RHSലെ by2 നമ്മൾ LHSലേക്ക് കൊണ്ടുപോവുക. അപ്പൊ എങ്ങനെ വരും? -5 into 2 equal to 1 into -1 into A2 എന്ന് വരും. That is equal to -10 equal to -A2 എന്ന് വരും അല്ലേ. അപ്പം RHSലും LHSലും മൈനസ് ഉണ്ട്, അത് രണ്ടും കട്ട് ഓഫ് ആയി പോവും. അപ്പൊ A2 നമുക്ക് എങ്ങനെ കിട്ടും? A2 equal to 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് A2യുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് റേഷ്യോയും 1/k എടുക്കുകയാണ്. ദാറ്റ് ഈസ് 7 by B2 equal to 1/k എന്ന് എടുത്തു. ഇനി നമ്മൾ 1/kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 7 by B2 equal to -1/2 എന്ന് എടുത്തു. നമ്മൾ മുമ്പേ ചെയ്ത പോലെ RHS നിന്ന് by2 LHSലേക്കും LHS നിന്ന് B2 RHSലേക്കും കൊണ്ടുപോവുക. അപ്പൊ എങ്ങനെ വരും? 7 into 2 equal to -1 into B2 എന്ന് വരും. ദാറ്റ് ഈസ് 14 equal to -B2 എന്ന് വരും. നമുക്ക് വേണ്ടത് എന്താ? B2 ആണ് അല്ലെ. അപ്പൊ B2 എന്താണ്? -14 എന്ന് വരും. ഇനി നമ്മൾ സിയുടെ റേഷ്യോയും 1/kയും ഇതുപോലെ തന്നെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 by C2 equal to 1/k. ദാറ്റ് ഈസ് -2 by C2 equal to -1/2. ദാറ്റ് ഈസ് -2 into 2 equal to -1 into C2. That is -4 equal to -C2. Therefore, C2 equal to 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A2 equal to 10, B2 equal to -14, C2 equal to 4. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷന്റെ ഫോം എന്തായിരുന്നു? A2x plus B2y plus C2 equal to 0 എന്നാലേ. So how it comes? 10x minus 14 by plus 4 equal to 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. A letter of English alphabet is chosen at random. What is the probability that it is the letter of the word mathematics? Alphabet, English alphabets നിന്ന് നമ്മൾ കുറച്ച് ലെറ്റർ റാൻഡം ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന വേർഡിന് വേണ്ട ലെറ്റേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് എത്രയുണ്ട്? നമുക്ക് 26. അപ്പൊ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 26 ആണ്. ഇനി നോക്കിക്കേ, മാത്തമാറ്റിക്സിൽ M റിപ്പീറ്റ് വരുന്നുണ്ട്, T റിപ്പീറ്റ് വരുന്നുണ്ട്, എയും റിപ്പീറ്റ് വരുന്നുണ്ട്. റിപ്പീറ്റഡ് വേർഡ്സ്, റിപ്പീറ്റഡ് ലെറ്റേഴ്സ് നമ്മൾ എടുക്കില്ല, അല്ലാണ്ടുള്ള ലെറ്റേഴ്സ് ആണ് എടുക്കുള്ളൂ. ഇപ്പം M 2 തവണയുണ്ട്, ബട്ട് ഒരു M എടുക്കുള്ളൂ. A 2 തവണയുണ്ട്, ഒരു A എടുക്കുള്ളൂ. Tയും 2 തവണയുണ്ട്, പക്ഷെ നമ്മൾ ഒരു T എടുക്കുള്ളൂ. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ്? MATHEICS അല്ലേ. അപ്പം അതിന്റെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ദാറ്റ് ഈസ് 8.
So the probability will be 8 by 26, that is 4 by 13. So the correct option is option A, 4 by 13. അപ്പം ഇതാണ് സെക്ഷൻ എയുടെ വർക്കൗട്ട്. സെക്ഷൻ ബി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.